ഹൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക് കേട്ടോ. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഈദ് മുബാറക്ക്. അപ്പോൾ ഇക്ക പള്ളിയിൽ പോകാൻ വേണ്ടി ഈദിന് നമസ്കാരത്തിന് വേണ്ടി പോകാൻ വേണ്ടി ഇക്ക ചായ കുടിച്ച് റെഡിയായി പോവുകയാണ്. പള്ളി നേരത്തെയാണ്, ഇവിടെ നേരത്തെ തുടങ്ങുന്നതുകൊണ്ട് ഇക്ക നിസ്കാരത്തിനായിട്ട് പോയി. എല്ലാവർക്കും ഒരുപാട് ബക്രീദ് ആശംസകൾ കേട്ടോ. അപ്പോൾ ഇക്ക പോയതിന് ശേഷം ഞാൻ കിച്ചണിൽ വന്ന് നമ്മൾ ബിരിയാണിയാണ് ഉച്ചക്കത്തേക്ക് തയ്യാറാക്കുന്നത്. രാവിലെ പത്തിരിയും ബീഫ് കറിയുമാണ് ഞാൻ റെഡിയാക്കിയത്. വെളുപ്പിന് ഞാൻ എഴുന്നേറ്റു. ചായയുടെ കാര്യം കാണിക്കുന്നില്ല, എല്ലാം റെഡിയാക്കി. ഇത് ബിരിയാണിയുടെ ഒരു ഭാഗമാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം നിങ്ങളുടെ മുമ്പിലേക്ക് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രിപ്പയർഡൊക്കെ ചെയ്തതിന് ശേഷം ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബിരിയാണിയുടെ റെസിപ്പി സെലീന പി എച്ച് ഒരു കുഞ്ഞു ഫാമിലി അടിച്ചു നോക്കിയാൽ നിങ്ങൾക്കതിൽ കാണാൻ പറ്റും. ബിരിയാണിയുടെ റെസിപ്പി ഒരുപാട് പ്രാവശ്യം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ ഗ്രേവിയും അതുപോലെ ബീഫ് കുറച്ച് വീഡിയപ്പ് തയ്യാറാക്കിയായിരുന്നു. അതുപോലെ നമ്മൾ പത്തിരിക്ക് ബീഫ് കറി തയ്യാറാക്കിയതുണ്ട്. അതുപോലെ തന്നെ അച്ചാർ, നാരങ്ങയും അതുപോലെ സൈഡ് ഡിഷായിട്ട് പപ്പടം എല്ലാം നമ്മൾ കച്ചമ്പറ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബക്രീദിൻ്റെ ദിവസം ഞാൻ പിടിച്ചു വെച്ചതാണ്. കുറേയേറെ തിരക്കുകൾ മൂലം എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ വീഡിയോ പലതും സ്ലിപ്പായി പോയി. പിന്നെ കൂട്ടി യോജിപ്പിച്ച് അത് നമ്മൾ ആഡാക്കി എഡിറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും ഒത്തിരി വൈകിപ്പോയി. ഇത് ഞങ്ങൾ രണ്ടുപേരും ഇക്ക പള്ളിയിൽ പോയതിന് ശേഷം വന്നതിന് ശേഷം ഞാനും ഇക്കയും തമ്മിൽ ഒരു ഷൂട്ട് പിടിച്ചതാണ്, ഒരു വീഡിയോ ഷൂട്ട് പിടിച്ചതാണ്. ഇക്ക പുറത്തേക്ക് പോകും കുറച്ച് കഴിഞ്ഞ്. അപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒന്ന് കുറച്ച് സമയം ചായയൊക്കെ കഴിച്ചതിന് ശേഷം ഇരിക്കുകയാണ്. ഇവിടെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഇവിടെ ഇരിക്കുകയാണ്. എല്ലാം തയ്യാറാക്കി കേട്ടോ. ഞാൻ ബിരിയാണിയും തയ്യാറാക്കി ചായ കുടിച്ചതിന് ശേഷം അനിയത്തി വരും, ഷംല. അവളെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്, ഷംലാനെ നോക്കി ഇരിക്കുകയാണ്. ഈ മാക്സിയുടെ കളർ പറഞ്ഞാൽ ഒരു അടിപൊളി കളറാണ്. പീക്കോ ബ്ലൂ ആണ്, അല്ലാതെ നേവി ബ്ലൂവോ സ്കൈ ബ്ലൂവോ ഒന്നുമല്ല. ഒരു വെറൈറ്റി കളറാണ്. ഒരിക്കലും എനിക്കിങ്ങനെ ഒരു കളർ എനിക്ക് കിട്ടിയിട്ടില്ല. അടിപൊളിയാണ്. നമ്മൾ നൈറ്റി മെറ്റീരിയൽസ് ഒരുപാട് കാലം എടുക്കുന്നതല്ലേ, പക്ഷെ ഇത്രയും നല്ലൊരെണ്ണം എനിക്ക് ഇപ്പോഴാണത് കിട്ടിയത് കേട്ടോ, ഈ കളറ്. അങ്ങനെ ഷംല ഫുഡ് കഴിക്കുകയാണ്, ബിരിയാണി കഴിക്കുകയാണ് കേട്ടോ. കഴിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പിടിക്കുന്ന വീഡിയോ ആണ്. ഞാനിവിടെ വൈകിട്ട് തയ്യാറാക്കിയതാണ്. ബീഫിൻ്റെ കട്ട്ലേറ്റും സമൂസയും വടയും ഇവിടെ തയ്യാറാക്കി. ഷംല ഉള്ളതുകൊണ്ട് പൊട്ടറ്റ വറുത്തതിൻ്റെ പാക്കറ്റും ഉണ്ട്. അപ്പോൾ പെരുന്നാളിൻ്റെ വൈകിട്ട് ഞങ്ങളിത് തയ്യാറാക്കി. അവൾ ചായ കുടിച്ചതിന് ശേഷം അവൾ പോവുകയാണ്. അപ്പോൾ അതിനു വേണ്ടി വേഗം ചായ റെഡിയാക്കി കൊടുത്തു. ഇത് പിറ്റേ ദിവസത്തെ ഒരു വീഡിയോയാണ് കേട്ടോ. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ്. ഇനി ഞാൻ ചായ കുടിക്കാൻ പോവുകയാണ്. ചായ കുടിച്ചിട്ട് എനിക്ക് പുറത്തേക്കൊന്ന് പോകണം. കറിയൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് എനിക്ക് പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പിറ്റേ ദിവസത്തെ രാവിലത്തെ ഒരു ഷൂട്ടാണ്. അന്ന് പൂരിയും മുട്ട റോസ്റ്റുമായിരുന്നു ചായയുടെ കടി ഞാൻ തയ്യാറാക്കിയത്. അത് ഞാൻ കഴിച്ചതിന് ശേഷം ഞാൻ കിച്ചണിൽ വന്ന് നമ്മൾ തയ്യാറാക്കുകയാണ്. ഒരു കൂട്ടുകറിയും അതും ചെമ്മീൻ റോസ്റ്റ് ഇതൊക്കെ റെസിപ്പി അത് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഞാൻ പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് പോകുന്നുണ്ട്. അപ്പോൾ ചായ കുടിച്ചതിന് ശേഷം നമ്മൾ കറികൾ തയ്യാറാക്കണം. അതിന് ശേഷം എനിക്ക് പുറത്തേക്ക് പോകാനുണ്ട്. 1-2 ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പെട്ടെന്ന് ചായ കുടിച്ചു. ആ കൂട്ടുകറിയുടെ റെസിപ്പിയുടെ വീഡിയോ സ്ലിപ്പായി പോയിട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷമായി പറയുന്നു. സിസ്കെ നമ്മൾ ഒരു 100 സബ്സ്ക്രൈബ് പോലും ആകാതെ ഇരുന്ന ഘട്ടത്തിൽ ഇപ്പോൾ എനിക്ക് 6K ആയി കഴിഞ്ഞു. ഇനി 7Kയുടെ ആഘോഷത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കങ്ങളൊക്കെ ഞാനിവിടെ ആരംഭിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ 6K 6610 സബ്സ്ക്രൈബേഴ്സായി. അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ട്. ഇതൊരു കൂട്ടുകറിയാണ്. ചക്കക്കുരു, മാങ്ങ, മുരിങ്ങക്കോല്, എല്ലാ പടവലങ്ങ, വെള്ളിരിക്ക എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ടുള്ള ഒരു കൂട്ടുകറിയാണ് കേട്ടോ ഞാൻ തയ്യാറാക്കിയത്. എനിക്ക് പെട്ടെന്ന് പോകാനുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കിയതാണ്. അപ്പോൾ ഇനി അടുത്തത് കാണിക്കുന്ന ചെമ്മീൻ റോസ്റ്റ്, കൊഞ്ച് റോസ്റ്റാണ്. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്ട് വീഡിയോയിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എന്തായാലും അത് ഇതൊരു 3/4 കിലോ ചെമ്മീനാണ്. ചെമ്മീൻ്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ, എത്ര അത് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ അത് കുറവായി തോന്നും നമുക്ക്. പക്ഷേ ഞങ്ങൾ 2 ദിവസം നന്നായിട്ട് കഴിച്ചു കേട്ടോ. കാരണം റോസ്റ്റാണ്, കുറേ ഗ്രേവി ആയിട്ടാണല്ലോ ആക്കുന്നത്. അപ്പോൾ 7K ആവാനുള്ള വക്കത്ത് നിൽക്കുകയാണ്. 7K ആഘോഷപൂർവ്വം ചെയ്യാനാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. കാരണം എനിക്ക് പലരെയും ക്ഷണിച്ചാൽ കൊള്ളാമെന്നുണ്ട്, യൂട്യൂബ് മെമ്പർമാരെ. പക്ഷെ അവരൊന്നും എൻ്റെ ഇതിൽ ഒരുപാട് ലോങ് ആണ്. എനിക്ക് ഒത്തിരി ഫ്രണ്ട്സുകളുണ്ട് ഇപ്പോൾ നിലവിൽ. അവരെയൊക്കെ വിളിച്ചാൽ, അവരെ ക്ഷണിച്ചാൽ അവരെത്തും എന്ന് ഒരു ഉറപ്പില്ല. പിന്നെ എന്നോട് പലരും എൻ്റെ അടുത്ത് വരണം, സെലീന PS-നെ കാണണം, വരണം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ കൂടി എന്നോട് മലയാളി വില്ല നമ്മുടെ രേഖ എന്നോട് പറഞ്ഞു, സെലീന എനിക്ക് കാണണം, ഞാൻ വരുന്നുണ്ട്. കപ്പ ബിരിയാണി കണ്ടപ്പോൾ മോള് കൊതിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ രേഖ, ഇത് നീ കാണുന്നുണ്ടെങ്കിൽ ഇനിവേ വെൽക്കം രേഖ എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അങ്ങനെ 7K ആഘോഷിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ റോസ്റ്റ് എല്ലാം റെഡിയായി. ഞാൻ ഗ്രേവിയൊക്കെ തയ്യാറാക്കി പൊരിച്ച് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ ഒരു പീസ് കൊടംപുളി, അതായത് മൂവാറ്റുപുഴക്കാരെ എന്ത് മീൻ വെച്ചാലും കൊടംപുളിയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അതാണ് ബ്ലാക്ക് കളറിൽ കിടക്കുന്നത്. ഞാൻ ഒരു പീസ്, എനിക്ക് ലേശം പുളി വേണം, അപ്പോൾ ആ ഒരു പീസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ചെമ്മീൻ വറുത്തതും ഉണ്ട്, കുറച്ച് വറക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് റോസ്റ്റാണ്, കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വറക്കാൻ, അതും വറുത്തു. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. കഴിച്ചിട്ട് ഞാൻ പോവുകയാണ്. 3:30 ആകുമ്പോൾ എനിക്ക് വണ്ടി വരും, എനിക്ക് പുറത്തേക്ക് പോകാൻ. ചക്കക്കുരു, മാങ്ങ എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ടുള്ളൊരു കൂട്ടുകറിയും ചെമ്മീൻ റോസ്റ്റും കൂട്ടി നമ്മൾ ചോറ് കഴിക്കുകയാണ്. കഴിച്ചതിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് പോകുന്നത് കേട്ടോ. യാത്ര പോവുകയാണ്. കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു യാത്രയാണ് പോകുന്നത്. അപ്പോൾ നല്ലൊരു വൈബുള്ള ഒരു സ്ഥലമാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങോട്ടേക്ക് പോകാനാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിച്ച് നമുക്ക് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനൊന്നും, ഹോട്ടൽ ഭക്ഷണമൊന്നും എനിക്കങ്ങനെ ഇഷ്ടമുള്ള ആളല്ല. എന്ത് സംഗതി ആയാലും നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോയാൽ ചായയോ എന്തോ കേക്കോ ഏത്തപ്പഴം അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ നമ്മൾ വാങ്ങി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞ് റെഡി ആവാൻ നിൽക്കുമ്പോഴാണ് എനിക്കൊരു കോള് വന്നത്. കോളെടുത്ത് സംസാരിച്ചപ്പോഴേക്ക് റെഡി ആവാൻ പറ്റാതെ വന്നു. അങ്ങനെ ആങ്ങള വന്നു. വണ്ടി 3:30 വരാനാണ് പറഞ്ഞത്. അപ്പോൾ ആങ്ങള തിരിച്ച് മടങ്ങുകയാണ് കേട്ടോ. അപ്പം ഞാൻ റെഡി ആയതിന് ശേഷം വിളിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഒരു തെളിഞ്ഞെന്ന് പറഞ്ഞാൽ ചെറിയ തെളിഞ്ഞ ഒരു അന്തരീക്ഷമാണ്. കാരണം മഴ ഇത്രയും ദിവസം മഴ തോരാതെ പെയ്യായിരുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ തെളിച്ചം തന്നെ വലിയ തെളിച്ചമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത്രയ്ക്കും മഴയായിരുന്നു ഇവിടെ. ഈ ഡെയിലി മഴ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മഴയാണ്. അപ്പോൾ ആ വൈബൊന്ന് ഞാൻ ചെറുതായിട്ട് ഷൂട്ട് ചെയ്തതാട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഉടനെ തന്നെ റെഡിയായി പോകാൻ നോക്കട്ടെ. അപ്പോൾ നമുക്കിനി യാത്രയിലേക്ക് കടക്കാം. അങ്ങനെ ഞാൻ വേഗം റെഡിയായി ഇരിക്കുമ്പോഴാണ്, ഇനി എനിക്ക് ഫർദ എടുത്തിട്ടാൽ മാത്രം മതി. അങ്ങനെ നിൽക്കുമ്പോഴാണ് കുറേ നൈറ്റി മെറ്റീരിയൽസുമായിട്ട് ഇവിടെ ഒരാളെത്തിയത്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് ഇനി ഞാൻ പോകാൻ നിൽക്കട്ടെ. ഇനി പോകാനായിട്ട് തയ്യാറെടുക്കട്ടെ കേട്ടോ. ഇല്ലെങ്കിൽ ഇനിയും വണ്ടി വന്ന് തിരിച്ചു പോകും. നൈറ്റി മെറ്റീരിയൽസൊക്കെ അടിപൊളി, സൂപ്പർ. അപ്പം നൈറ്റി മെറ്റീരിയൽസൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഞാനതൊന്ന് നോക്കുകയാണ് കേട്ടോ. സെലക്ട് ചെയ്തതാണ്. അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ വണ്ടി വരും, അതുകൊണ്ട് അതും റെഡിയായി ഇരിക്കുന്നത് കൊണ്ട്, വണ്ടി വരുന്നത് കൊണ്ട് ഒരുപാട് നോക്കാൻ എനിക്ക് ടൈമില്ല. കാരണം ഒന്ന് തിരിച്ചു പോയതാണ് ആങ്ങളെ വന്നിട്ട്. അപ്പോൾ ഞാൻ വേഗം എടുത്ത് നോക്കിയിട്ട് ഞാൻ പോകാൻ റെഡിയായി ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ പോകാൻ റെഡിയായി ഇറങ്ങി നിൽക്കുക കേട്ടോ. വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഒന്ന് വന്ന് തിരിച്ചു പോയതാണല്ലോ, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വണ്ടിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഞങ്ങളുടെ കോമ്പൗണ്ട് റോഡ് ജംഗ്ഷനൊക്കെയാണ് കേട്ടോ അത് കാണിക്കുന്നത്. കുഞ്ഞോനല്ലോ അത്.
ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കോട്ടോ. ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട് ആങ്ങള. ഇപ്പോൾ വരും, അത് കഴിഞ്ഞ് നമ്മൾ പോകും. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അനിയത്തിയുടെ വീട്ടിലേക്ക് പോയിട്ടു. അപ്പോൾ ഞാൻ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല, കാരണം ഒരുപാട് വീഡിയോ ലെങ്തായി പോയാൽ നിങ്ങൾക്ക് ബോറാവും. അപ്പോൾ ഞാനിപ്പോൾ അവിടെ എത്തി കേട്ടോ. അവിടെ ഫ്രണ്ടിലെത്തി. അവളുടെ അടുത്ത് അവിടെ കയറാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ അകത്ത് ഇരിക്കുകയാണ്, ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളെനിക്ക് ജ്യൂസ് എടുക്കാമെന്നും പറഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതട്ടെ. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഇന്നിപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ചെയ്ത സപ്പോർട്ട് ഇനിയും തുടരുക. 7K അടിക്കുമ്പോൾ വലിയ ഒരു ആഘോഷവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ലൈവിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹം മാത്രം. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.